ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ച് യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം അതിഥി സൽക്കാരത്തിൽ പ്രിയനായിരുന്നു. എന്നും ഏതെങ്കിലും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടേ അബ്രാഹം ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ കൂടാരവാതിക്കൽ നിൽക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടാരത്തിൻ്റെ അരികിലൂടെ കടന്നുപോയി. ആ സാധുവിനെ കണ്ട് അബ്രാഹം മനസ്സലിഞ്ഞ് അയാളെ കൂടാരത്തിൻ്റെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ അയാൾ വിസമ്മതിച്ചു വരുവാൻ. എങ്കിലും അബ്രാഹത്തിൻ്റെ നിർബന്ധത്താൽ അയാൾ കൂടാരത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു. അബ്രാഹം അയാളെ കസേരയിൽ ഇരുത്തി നല്ല ഭക്ഷണവും പാനീയവും ഒക്കെ കൊടുത്ത് സൽക്കരിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ്റെ വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അബ്രാഹം ആ വൃദ്ധനോട് പറഞ്ഞു, നമുക്കിനി ദൈവത്തെ സ്തുതിക്കാം, യഹോവയെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം, അവിടുന്ന് കാണിച്ച കാരുണ്യത്തെ ഓർക്കാം എന്നൊക്കെ അബ്രാഹം ഈ വിശന്ന് വന്ന ഈ മനുഷ്യനോട് അയാളെ ഊട്ടിയ ശേഷം പറയുകയാണ്. എന്നാൽ പെട്ടെന്ന് ഈ വൃദ്ധനായ മനുഷ്യൻ യഹോവയെ നിരസിക്കുകയാണ്. എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ദൈവവും എൻ്റെ പശ്ചാത്തലങ്ങളും എൻ്റെ ആരാധനകളും ഒക്കെയുണ്ട്, ഒരിക്കലും എനിക്ക് താങ്കളുടെ ദൈവത്തെ വിശ്വസിക്കാനോ ആരാധിക്കാനോ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അബ്രാഹത്തെ തള്ളിപ്പറയുകയാണ്. അബ്രാഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. എൻ്റെ കൂടാരത്തിൽ നിന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് എൻ്റെ ദൈവത്തിനെ ആരാധന അർപ്പിക്കുവാൻ, സത്യദൈവത്തെ ആരാധിക്കാൻ നിനക്ക് മനസ്സില്ലേ എന്ന് പറഞ്ഞ് അബ്രാഹം വല്ലാതെ ദേഷ്യപ്പെട്ട് ഈ വൃദ്ധനെ ആ കൂടാരത്തിൽ നിന്ന് തള്ളി പുറത്തേക്ക് വിടുകയാണ്. ഈ കഥയിൽ തുടർന്ന് ഇങ്ങനെയാണ്: ഇപ്രകാരം ഈ വൃദ്ധനെ ആട്ടി ഓടിച്ചിട്ട് അബ്രാഹം തൻ്റെ കൂടാരവാതിക്കൽ നിന്നു. വല്ലാതെ മനസ്സ് ഭാരപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ദിവസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം പെട്ടെന്ന് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, എടാ, നീ കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം മാത്രമാണ് ആ വൃദ്ധനായ മനുഷ്യനെ നീ കണ്ടതും അയാളുമായിട്ട് ആശയവിനിമയം നടത്തിയതും നിന്റെ വിശ്വാസബോധ്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചതുമൊക്കെ. എന്നാൽ എത്രയോ വർഷമായി, അയാൾക്ക് 19 വയസ്സ് പ്രായമുണ്ട്. ഈ കഴിഞ്ഞ 19 വർഷമായി ഞാൻ അയാളെ ക്ഷമയോടെ സഹിക്കുകയും അയാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാനിങ്ങനെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ദൈവം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഹിഷ്ണുത വല്ലാതെ കുറയുന്നൊരു കാലമാണ്. നമുക്കറിയാം, മതരംഗത്തും വിശ്വാസത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ നമുക്ക് സഹിഷ്ണുതയോടെ പെരുമാറുവാൻ, എൻ്റെ വിശ്വാസത്തിന്, എൻ്റെ ബോധ്യങ്ങൾക്ക്, എൻ്റെ പഠിപ്പിക്കലിന് വിരുദ്ധമായത് ആര് പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും, എവിടെ പറഞ്ഞാലും അതെല്ലാം എതിർക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, അവരോട് വെറുപ്പും വിദ്വേഷവും പുലർത്തി ചേരിതിരിയുന്ന പ്രവണത നമ്മുടെ വിശ്വാസത്തിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ പെരുകുന്ന ഈ കാലത്ത് ദൈവം അബ്രാഹത്തോട് പറയുന്ന ഈ